കേന്ദ്ര ബജറ്റ് കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചതിനെതിരെ CPM സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി CPM വർക്കല ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ ചെമ്മരുതി പനേറയിലെത്തിയപ്പോൾ ജാഥ ക്യാപ്റ്റൻ MK യൂസഫ്, ജാഥ മാനേജർ VS ജോസ് എന്നിവർ സ്ട്രേറ്റ് ഫോർവേഡിനോട് തന്നെ ഏകദേശം 1,85,000 കോടി രൂപയോളം പല പദ്ധതികളിൽ നിന്ന് വെട്ടിക്കുറച്ച് സംസ്ഥാനത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട തുക ഭീമമായി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരു 24,000 കോടി രൂപയുടെ പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു. ആ നിവേദനം പരിഗണിക്കുമെന്നാണ് ഗവൺമെൻറ്റും കേരളത്തിലെ ആകമാനം ജനങ്ങളും പ്രതീക്ഷിച്ചത്. എന്നാൽ ഒരു സഹായവും ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം വളർന്നു വരേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന ഘടകം തീരുമാനിച്ചതിൻ്റെ ഭാഗമായി എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും 5 ദിവസം നീണ്ടു നിൽക്കുന്ന കാൽനട പ്രചരണ ജാഥയും 25-ാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൻ്റെ മുന്നിലും സമരം സംഘടിപ്പിക്കുന്നു. ഇത്തരത്തിൽ സമരം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ ജനങ്ങളെ ആകമാനം ഈ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണ പ്രവർത്തനവും കേന്ദ്ര ഗവൺമെൻറ് ഒരു താക്കീത് എന്നുള്ള രീതിയിൽ രാജ്ഭവൻ്റെ മുന്നിൽ 4 ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനവും ധർണയും ആ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഓരോ പ്രവർത്തകരും ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായും ഈ 25-ാം തീയതി വരെ ഒരു വിഷമവുമില്ലാത്ത രീതിയിൽ ഇന്നാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ഇത്തരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പൈസ വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായി ജനങ്ങൾ ഇന്ന് ദുരന്തം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് എതിരെയുള്ള ശക്തമായ സമരത്തിൽ ജനങ്ങളെ ആകമാനം അണിനിരത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭ സമരമാണ് CPM സംഘടിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റിനോട് കാണിക്കുന്ന തീർത്തും അവഗണനയ്ക്കെതിരെ സംസ്ഥാനത്ത് ഉടനീളം ഏരിയ തലത്തിൽ ഈ 19 മുതൽ 23-ാം തീയതി വരെ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുകയാണ്. 25-ാം തീയതി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിൻ്റെ മുന്നിൽ ഉപരോധം സൃഷ്ടിക്കുകയാണ്. തിരുവനന്തപുരത്ത് രാജ്ഭവൻ്റെ മുന്നിൽ വൻപിച്ച പ്രതിഷേധ പ്രകടനവും ധർണാസമരവും ഈ 25-ാം തീയതി നടക്കാൻ പോവുകയാണ്. ജില്ലയിലെ ഏകദേശം 25,000-ൽ പരം സമര വോളണ്ടിയർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. ആ സമരത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലയിൽ ഇത്തരത്തിലുള്ള കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 1-ാം തീയതി അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് കേരളത്തെ തീർത്തും അവഗണിക്കുന്ന തരത്തിലാണ് ആ ബജറ്റ് അവതരണമുണ്ടായത്. ആ ബജറ്റ് അവതരണത്തിൽ തന്നെ ഒരു സമയത്തും ഒരിടത്തും കേരളം എന്ന പേര് പോലും ഉദ്ധരിക്കാൻ
ആ ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൽ തയ്യാറായില്ല. അത്തരത്തിൽ നിശ്ചയദാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായത്. നമുക്ക് എവർക്കും അറിയുന്നത് പോലെ വയനാട് ദുരന്തം, ആ ദുരന്തത്തിൽ ഏകദേശം 500-ൽ പരം ആൾക്കാർ മരണപ്പെടുകയുണ്ടായി. രാജ്യത്ത് അടുത്ത കാലത്ത് ഉണ്ടായതിൽ ഏറ്റവും അതിതീവ്രമായിട്ടുള്ള ഒരു ദുരന്തം. ആ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് മാസങ്ങൾ വേണ്ടി വന്നു. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് ഉടനീളം ഉയർന്നു വന്നു. അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് അതിശക്തമായ തീവ്ര ദുരന്തമാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. തീവ്ര ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷവും നാളിതുവരെ ഒരു പൈസയുടെ സഹായം പോലും കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, വിഴിഞ്ഞ പദ്ധതിക്കും ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു സഹായവും ഉണ്ടായില്ല. ഇത്തരത്തിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് പോകാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ആ ഏതൊരു കാലഘട്ടത്തിലും പാർട്ടി എപ്പോഴും ജനകീയ പങ്കാളിത്തത്തോടുകൂടി, ജനകീയ സമരങ്ങളോടുകൂടി ഈ വിയോജിപ്പുകളെ നേരിടാൻ വേണ്ടിയിട്ട് സജ്ജമാകുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പങ്കുവയ്ക്കുക. CPM സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്ന കാൽനട പ്രചരണ ജാഥ വർക്കല ഏരിയ കമ്മിറ്റി ജാഥ മാനേജർ അഡ്വക്കേറ്റ് ജോസ് സ്റ്റേറ്റ് ഫോർവേഡിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ്, ആ ബജറ്റിൽ കേരളത്തോട് കാണിച്ച കൊടും അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിക്കുക. അത് 25-ാം തീയതി തിരുവനന്തപുരത്തെ രാജ്ഭവനിലേക്ക് മാർച്ചും ധർണയും, മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രക്ഷോഭ സമരങ്ങളും സംഘടിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചു. ഇപ്പോൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 16 പ്രാവശ്യം ബീഹാറും 15 പ്രാവശ്യം ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളുടെ പേര് ആവർത്തിച്ച് പറഞ്ഞ് കോടാനുകോടി രൂപ പദ്ധതി വിഹിതമായി നൽകുമ്പോൾ ബഡ്ജറ്റിനകത്ത് 1 രൂപ പോലും നൽകിയില്ലെന്ന് മാത്രമല്ല, കേരളമെന്ന പേര് പോലും ഉച്ചരിക്കുവാൻ തയ്യാറായില്ല എന്നത് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന കൊടും അവഗണനയുടെ ഏറ്റവും അവസാനത്തെ ഭീകര രൂപമാണ്. ഇത് ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇവിടെ ഇന്ത്യക്ക് തന്നെ മാതൃകയായി നിലകൊള്ളുന്നൊരു സംസ്ഥാനമാണ് കേരളം. ലോകത്തിൻ്റെ മുന്നിൽ ലോകത്തെ വൻകിട സമ്പന്ന രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്ക് തുല്യമായി നിലകൊള്ളുന്ന കേരളം, അത് നീതി ആയോഗ് മാത്രമല്ല, ലോകത്തെ വിവിധ സംഘടനകളുടെ അവാർഡ് വാരിക്കൂട്ടുന്ന കേരളം, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യമേഖല, എല്ലാ സമസ്ത മേഖലകളിലും വികസനം കൊണ്ടുവരുന്നൊരു കേരളം, ലോകത്തിന് മാതൃകയായി നിൽക്കുന്ന കേരളം, ആ കേരളത്തെ അംഗീകരിക്കുവാൻ മോദിയുടെ കൂട്ടരും BJPക്കും കഴിയുന്നില്ല എന്നതാണ് ഈ ബഡ്ജറ്റിലൂടെ അവർ തെളിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തെ അംഗീകരിക്കില്ല എന്ന രാഷ്ട്രീയ നിലപാടാണ്. കേരളത്തിൽ ഉള്ള BJPയുടെ നേതാക്കൾ ഇതിനെതിരെ പ്രതികരിക്കണം. 2 കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണം വളരെ മ്ലേച്ഛമായി പോയി. അവർ ഈ കേരളത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. കേരളത്തിൻ്റെ സമൂലമായ വികസനത്തെ സംബന്ധിച്ച് ശശി തരൂർ പോലും തുറന്ന് പറയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി എന്നുള്ളതാണ്. CPIM-ന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ബഡ്ജറ്റ് അവഗണനയ്ക്കെതിരെയായുള്ള സമര പോരാട്ടങ്ങളുടെ ഭാഗമായി സ്ട്രേറ്റ് ഫോർവേഡ്, വർക്കല, പനേറ.